അപ്പം 3 പെൺകുട്ടികളുള്ള വീടാണ്. 3 പേരെ എങ്ങനെയാ അടുക്കള പണിയൊക്കെ അറിയാം? അടുക്കള പണി അങ്ങനെ വലുതായിട്ട് അറിയില്ല. ഏതെങ്കിലും ഒരു ഡിഷ് ഇപ്പൊ ഞാൻ ഇവിടുന്ന് എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ ഏത് ഡിഷാ മീനാക്ഷി ഉണ്ടാക്കാം? കോഫി അങ്ങനെ ഉണ്ടാക്കി തരാൻ ഞാൻ ഉണ്ടാക്കി തരാം. എനിക്ക് ഉണ്ടാക്കാറില്ല, ഒന്നും അറിയില്ല ഞാൻ പറയുന്നില്ല. എനിക്ക് കറിയൊക്കെ ചിക്കൻ കറി, പരിപ്പ് കറി, അങ്ങനെ ചമ്മന്തി, അങ്ങനെ അങ്ങനെ കുറച്ചൊക്കെ അറിയാം. ഇപ്പൊ ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കും മീനാക്ഷി എന്ന് പറയുമ്പോൾ മീനാക്ഷി ഒരു ചിക്കൻ കറി ഉണ്ടാക്കണം. ഒരു ഇമാജിനേഷനിൽ ചിക്കൻ കഴുകിയിട്ടു പറഞ്ഞു. ചിക്കൻ കഴുകി വെച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി വഴറ്റി, അതില് തക്കാളി വഴറ്റി, ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇതെല്ലാം ഇട്ട് പിന്നെന്താ ചിക്കൻ ഇടാ, വെള്ളം ഒഴിക്കുക, കറിവേപ്പില ഇടാ. ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ തന്നെ നോർമൽ ഈസി ചിക്കൻ കറി. ഇങ്ങനെ വേറെ സ്റ്റൈലിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ട് എനിക്കറിയില്ല. ചിക്കൻ മസാല പൊടി ഇടണം, ഗരം മസാല, മല്ലിപ്പൊടി ഇടൂലേ? മല്ലിപ്പൊടി ഇടൂലേ? അറിയില്ല, നമ്മൾ അത് വേണ്ട. ഓക്കെ, അപ്പൊ കിച്ചണിന് കൂടി ഒരു ഫോട്ടോ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു അമ്മക്ക് കണ്ടോണ്ടിരിക്കാനാ തോന്നുന്നു. അമ്മക്ക് ഫുൾ ബാക്ക് മെമ്മറീസ്. ഓൾമോസ്റ്റ് ഇവിടുത്തെ ഒരു സിമിലാരിറ്റി വരുന്നുണ്ടല്ലോ വിൻഡോസിലൊക്കെ. ഇവിടെ തന്നെയാണോ അല്ലെങ്കിൽ ഇവിടുത്തെ പണ്ടത്തെ മോഡൽ അങ്ങനെ ഇങ്ങനെയാണോ? അല്ല, അത് ആക്ച്വലി എന്റെ പപ്പന്റെ ഒരു കസിൻ ഉണ്ട്, ഞാൻ മോട്ടൻ എന്നാ വിളിക്കാം, മോഹൻദാസ് എന്ന പേര്. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ പെയിന്റിങ്സും അവരുടെ തന്നെ പെയിന്റിങ് ആയതല്ലേ? ഓക്കെ, അടുക്കളയിൽ കൂടി പെയിന്റിങ് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇതിൽ മതം എന്താണ്? ഓക്കെ, അപ്പൊ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ലിവിങ് സ്പേസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോ ഇതിലൂടെ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലൂടെ ആരെങ്കിലും കണ്ടാ പേടിച്ചു പോകുന്നു. അപ്പൊ അതിലൂടെ ആരെങ്കിലും പോയാ വീണ്ടും സ്ട്രെസ് വരുമോ? പേടിയല്ലേ? ബിക്കോസ് നമ്മള് പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ അത് നമ്മളെ വീട്ടിൽ എനിക്ക് എപ്പോഴും ഉള്ളൊരു തോട്ടാ അത്. ആരെങ്കിലും ഉണ്ടാവുമോ? എനിക്ക് രാത്രി എപ്പോഴും ഒരു കള്ളന്റെ ഫീൽ. എനിക്ക് എപ്പോഴും ഒരു കള്ളൻ ഉണ്ടാവുമോ രാത്രി? എനിക്ക് ഉറങ്ങുമ്പോൾ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ആ ഒരു കോൺസ്റ്റന്റ് എനിക്ക് തോന്നുന്നു നമ്മള് എന്താ പറയാ, ഈ ഒരു എനിക്കറിയില്ല എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന്, പക്ഷെ എനിക്കങ്ങനെ നമ്മൾ കുറെ ഇങ്ങനത്തെ കേസസ് അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന കള്ളൻ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, സെൽഫ് എക്സ്പീരിയൻസ് മുന്നേ ഉണ്ടായിരുന്നു ഇങ്ങനെ പേടിയാവാൻ? ഇല്ല, എന്നെ ഇതുവരെ പേഴ്സണലി ആരും അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല. എന്നാലും കുറെ സ്റ്റോറീസ് കേട്ട് ഒരു സ്റ്റേജ് മുതൽ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജ് ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കള്ളം വരുന്നു, മറ്റേതായിരിക്കുന്നു, കൊല്ലുന്നു, ഇതന്നെ. അപ്പൊ എനിക്കൊന്ന് ഭയങ്കര പേടിയാണ് എനിക്കത്. ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു ടൈമില് വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും, അമ്മ സ്കൂളിൽ പോകുന്നുണ്ടോ, അമ്മ ടീച്ചറായിരുന്നു. ഇത് സ്വപ്നാണോ? അല്ലല്ല, ഇത് ആക്ച്വലി നടന്നതാ. അപ്പൊ ആ സമയത്ത് ഈ ലേഡീസും കള്ളന്മാരായി വരുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്ന ടൈം. അപ്പൊ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായപ്പോ ഒരു ആന്റി എന്തോ ഒരു നോട്ടീസ് ഒന്ന് തരാൻ വന്നതാ. ഞാനിങ്ങനെ മെല്ലനെ ഡോർ തുറന്നു. എനിക്ക് പേടിയുണ്ട്, എന്നാലും മെല്ലനെ ഡോർ തുറന്നപ്പം ആന്റി ആ സ്റ്റെപ്പിന്റെ താഴെ നിൽക്കുന്നുണ്ടേ. ആന്റി ഒരു സ്റ്റെപ്പ് ഇങ്ങനെ എടുത്ത് വെച്ചു മുകളിലോട്ടേക്ക്. ഞാൻ എന്നെ എന്തോ ചെയ്തു. ഞാൻ ആ ഹോൾ സിനാരി എന്റെ മൈൻഡിൽ ഞാൻ കണ്ടു. ഞാൻ ഡോർ ഒറ്റ അടച്ചു. പോയി എന്റെ ആന്റി ഫുൾ പേടിച്ച് ബാക്കോട്ടായി പോയി. ഇവളെന്താ കളിക്കുന്നതെന്ന് വെച്ചിട്ട്. പിന്നെ ആന്റി സോറി, ആന്റി പറഞ്ഞു പേടിക്കണ്ട മോളെ, സോറി ആന്റി ഞാൻ പേടിച്ചു പോയി.